ഇലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. പക്ഷേ ഈ മനുഷ്യൻ ഒരു കാലത്ത് കാറിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ശമ്പളം പോലും എടുക്കാതെ കമ്പനി നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പണം കൈകാര്യം ചെയ്യുന്ന 5 തന്ത്രങ്ങൾ ഇന്ന് നോക്കാം. അവസാനം വരെ കണ്ടാൽ ഉപകാരപ്പെടും. പോയിന്റ് 1. വലിയ റിസ്ക് എടുക്കാനുള്ള മനസ്സ്. പേപാൽ വിറ്റപ്പോൾ കിട്ടിയ $180 മില്യൺ മുഴുവൻ ടെസ്ലയിലും സ്പേസ് എക്സിലും ഇട്ടു. സാധാരണ ആളുകൾ ചെറുതായി പല സ്ഥലത്ത് നിക്ഷേപിക്കും. പക്ഷെ മസ്ക് സ്വന്തം ഐഡിയയിൽ ഓൾ ഇൻ പോയി. പഠിക്കേണ്ട കാര്യം പണം സമ്പാദിക്കുക മാത്രമല്ല, എവിടെ നിക്ഷേപിക്കണമെന്ന് ആലോചിച്ച് തീരുമാനിക്കണം. പോയിന്റ് 2. ചിലവ് നിയന്ത്രണം. ടെസ്ല തുടങ്ങിയ കാലത്ത് ശമ്പളം എടുക്കാതെ ജോലി ചെയ്ത സമയങ്ങളുണ്ടായിരുന്നു. കമ്പനിയുടെ പണം കമ്പനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു. നമ്മൾ ശമ്പളം കിട്ടിയാൽ ഉടനെ ചിലവഴിക്കാൻ നോക്കും. പക്ഷേ സമ്പത്തുണ്ടാക്കാൻ ആദ്യം വേണ്ടത് ചിലവ് കുറയ്ക്കാനുള്ള ശീലമാണ്. പോയിന്റ് 3. സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി. 2008 ടെസ്ലയും സ്പേസ് എക്സും ഒരുമിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. പൊട്ടാൻ പോയ അവസ്ഥ. പക്ഷേ മസ്ക് നിർത്തിയില്ല. എല്ലാ ദിവസവും അതേ ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്തു. ജെൻസി പിള്ളേർക്ക് ഇത് പ്രധാനമാണ്. നമ്മൾ പെട്ടെന്ന് റിസൾട്ട് വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ യഥാർത്ഥ സമ്പത്ത് ചെറിയ ചെറിയ സ്ഥിരതയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പോയിന്റ് 4. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് തിങ്കിങ്. ഇതെന്തുകൊണ്ട് ഇത്രയും ചിലവാകുന്നു എന്ന് മാസ്ക് എപ്പോഴും ചോദിക്കും. റോക്കറ്റ് ഉണ്ടാക്കാൻ വലിയ ചിലവാണ് എന്ന് എല്ലാവരും കരുതിയപ്പോൾ അദ്ദേഹം ഓരോ ഭാഗവും പരിശോധിച്ച് ചിലവ് കുറയ്ക്കാനുള്ള വഴികൾ കണ്ടെത്തി. ഇതേ ചിന്ത നമ്മുടെ പണം കൈകാര്യം ചെയ്യുമ്പോഴും ഉപയോഗിക്കാം. എന്തിനാണ് ഈ പണം ചിലവഴിക്കുന്നത്? ഇത് ശരിക്കും ആവശ്യമാണോ എന്ന് സ്വയം ചോദിക്കുക. പോയിന്റ് 5. നഷ്ടത്തിൽ നിന്ന് പഠിക്കാനുള്ള മനസ്സ്. മാസ്ക് പലതവണ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല പ്രോജക്റ്റുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഓരോ പരാജയത്തിൽ നിന്നും പഠിച്ച് അടുത്ത തവണ നന്നായി ചെയ്തു. നമ്മൾ പണം നഷ്ടപ്പെടുമ്പോൾ പേടിച്ച് നിക്ഷേപം നിർത്തും. പക്ഷേ പരാജയമെന്നത് പഠിക്കാനുള്ള ഒരു അവസരമായി കാണാൻ പഠിക്കണം. CTA. ചുരുക്കി പറഞ്ഞാൽ, റിസ്ക് എടുക്കാനുള്ള മനസ്സ്, ചിലവ് നിയന്ത്രണം, സ്ഥിരത, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് തിങ്കിങ്, പരാജയത്തിൽ നിന്ന് പഠിക്കുക. ഈ 5 കാര്യങ്ങളാണ് മാസ്കിനെ ഇവിടെ എത്തിച്ചത്. നമ്മൾക്കും ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.